പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 28 അധ്യായം 16 അപ്പോൾ യാക്കോബ് ഉറക്കമുണർന്നു, യഹോവ ഈ സ്ഥലത്തുണ്ട്, സത്യം, ഞാനോ അതറിഞ്ഞില്ല എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ദൈവസാന്നിധ്യം തിരിച്ചറിയുക എന്നുള്ളത് ഏറ്റവും വലിയ ഭാഗ്യമത്രേ. ഹല്ലേലൂയ. 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടുമ്പോഴും അവരുടെ നടുവിൽ ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞ കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. നമ്മുടെ വിശ്വാസം അതാണ് യാഥാർത്ഥ്യം. അത് തിരിച്ചറിയുവാൻ ദൈവം തരുന്ന കൃപ എത്ര വലുതാ. ഇന്ന് പകൽക്കാലം നാം ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിയുക എന്നതാണ് പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്ന ദൂത്. നാം എവിടെ പോയാലും ദൈവ സാന്നിധ്യത്തിലാണോ നാം നടക്കുന്നത്, ആ ഒരു ബോധ്യം നമ്മെ ജയത്തോടെ നടത്തും. ഇവിടെ യാക്കോബ് പറയുന്നു, ഇവിടെ ദൈവമുണ്ട്, സത്യം, പക്ഷെ ഞാനോ അത് തിരിച്ചറിഞ്ഞില്ല. കഴിഞ്ഞ രാത്രിയിൽ കിടന്നുറങ്ങിയപ്പോൾ ഞാൻ ദൈവ സാന്നിധ്യത്തിലാണ് കിടന്നുറങ്ങിയത്, ദൈവത്തിൻ്റെ കരത്തിലാണ് ഞാൻ ആയിരുന്നത്, ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് തിരിച്ചറിയാതെ പോയത്, ഹല്ലേലൂയ, അത് ജീവിതത്തിൻ്റെ ഹല്ലേലൂയ വലിയ നഷ്ടമാണ്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലേ, നീ ഒരു ദൈവ പൈതലാണോ? ദൈവ സാന്നിധ്യം നീ തിരിച്ചറിയണം. ദൈവ സാന്നിധ്യം തിരിച്ചറിയുമ്പോൾ ജീവിതത്തിൽ വരുന്ന ചില വ്യത്യാസങ്ങൾ എന്താണ്? ഒന്നാമത്തെ കാര്യം, നാം വിശുദ്ധിയെ സൂക്ഷിക്കും. ദൈവ സാന്നിധ്യത്തിലാണെങ്കിൽ ദൈവം വിശുദ്ധനെന്ന് നാം തിരിച്ചറിഞ്ഞ് ആ വിശുദ്ധി ജീവിതത്തിൽ സൂക്ഷിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ജോസഫിൻ്റെ ചരിത്രം അറിയാം. അവൻ എവിടെ പോയപ്പോഴും എവിടെയായിരുന്നാലും ദൈവ സാന്നിധ്യത്തിലാണെന്നുള്ള തിരിച്ചറിവ് ഹല്ലേലൂയ തൻ്റെ വിശുദ്ധിയെ സൂക്ഷിപ്പാൻ ഇടയാക്കി. പൊത്തിഫറിൻ്റെ വീട്ടിൽ പ്രലോഭനത്തിൽ അകപ്പെട്ടപ്പോൾ അതുകൊണ്ടാണ് ജോസഫ് വിളിച്ചു പറഞ്ഞത്, ഞാൻ തനിയെയല്ല, എന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. പൊത്തിഫറിൻ്റെ ഭാര്യയോട് പറഞ്ഞു, പാപം ചെയ്യാൻ നീ പ്രലോഭിപ്പിച്ചാലും എന്നെ കാണുന്ന വിശുദ്ധനായ ഒരു ദൈവമുണ്ട്. വിശുദ്ധിയെ വിട്ട് എനിക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലേ, നീ ആയിരിക്കുന്ന സ്ഥലത്ത് ആരും നിന്നെ കണ്ടില്ലെങ്കിലും നിന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ എന്ന് അരുളി ചെയ്ത ദൈവം നമ്മെ കാണുന്നുണ്ട് എന്നൊരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. ശുദ്ധീകരണം കൂടാതെ ദൈവത്തെ കാണുവാൻ ആർക്കും സാധ്യമല്ല. ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ശുദ്ധീകരണമെന്ന് 1 തെസ്സലോനിക്കർ 4 അധ്യായത്തിൻ്റെ 3 നാം വായിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാവിലെ ദൈവ സാന്നിധ്യം തിരിച്ചറിയാൻ നമുക്ക് ശ്രമിക്കാം. ദൈവ സാന്നിധ്യം തിരിച്ചറിയുന്ന ഒരു ദൈവ പൈതൽ വിശുദ്ധിയെ വിട്ട് മറ്റൊന്നും ചെയ്യത്തില്ല. 2, ദൈവ സാന്നിധ്യം തിരിച്ചറിഞ്ഞാൽ എന്താ പ്രത്യേകത? നമ്മിൽ നിന്ന് ആരാധനയും സ്തുതിയും ഉയരും. എപ്പോഴും നമ്മുടെ വായിൽ നിന്ന് സ്തുതി ഉയരും. ദൈവ സാന്നിധ്യം അറിഞ്ഞില്ലെങ്കിൽ ഹല്ലേലൂയ നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല. നാം എവിടെ പോയാലും ദൈവ സാന്നിധ്യമുണ്ടെന്ന് നാം തിരിച്ചറിയണം. അതുകൊണ്ടാണ് ദാവീദ് 139 സങ്കീർത്തനത്തിൽ ഇപ്രകാരം പറയുന്നത്, കർത്താവേ, നിന്നെ മറഞ്ഞ് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ എവിടെ പോയാലും നീയുണ്ട്, ഞാൻ ഉയരത്തിൽ കയറിയാൽ നീയുണ്ട്, ഞാൻ താഴെ പോയാൽ നീയുണ്ട്, പാതാളത്തിൽ കിടക്ക വിരിച്ചാൽ നീ അവിടെയുമുണ്ട്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ നീ എന്നെ എടുത്ത ദൈവമാ, നിന്നെ മറഞ്ഞ് ഒന്നുമില്ലെന്ന് ദാവീദ് വിളിച്ചു പറയുന്നു. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? നോക്ക്, പെട്ടകമെടുത്ത് വരുന്ന വഴിയിലും ദാവീദ് ദൈവത്തെ തുള്ളി ചാടി ആരാധിച്ചു. ഒരു ആലയത്തിൽ ഒരു സ്ഥലത്ത് മാത്രം പോയി ആരാധിക്കുമ്പോൾ അല്ല ആരാധന വെളിപ്പെടുന്നത്. ഒരു ദൈവ പൈതലിൻ്റെ ജീവിതം എപ്പോഴും 24 മണിക്കൂറും സ്തുതിയുടെ സമയമായി തീരണം. സങ്കീർത്തനക്കാരനായ ദാവീദ് അതുകൊണ്ട് വീണ്ടും അടിവരയിട്ട് പറയുന്നു, ഞാൻ എല്ലാ കാലത്തും യഹോവയെ വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, നിൻ്റെ ആരാധന ഉയരുന്നത് ഒരു പ്രത്യേക സ്ഥലത്ത് പോകുമ്പോഴാണോ? ഒരു മലയിൽ കയറുമ്പോഴാണോ? ഒരു താഴ്വരയിൽ കുത്തിയിരിക്കുമ്പോഴാണോ? അതല്ല ഒരു മുറിയിൽ അടച്ചിരിക്കുമ്പോഴാണോ നിന്റെ പ്രാർത്ഥന ഉയരുന്നത്? ഇന്ന് പകൽക്കാലം എല്ലാ സ്ഥലത്തും ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ സ്തുതിപ്പാൻ നിനക്ക് സാധിക്കണം. ചില വീടുകൾ തുറന്ന് നിങ്ങൾ അകത്ത് കയറ്, അവർക്ക് പ്രാർത്ഥനയ്ക്ക് ഒരു സ്ഥലം കാണും. ഹല്ലേലൂയ. ചിലർ പറയും, ഞാൻ ദൈവത്തെ ഈ മുറിക്കകത്താണ് വെച്ചിരിക്കുന്നത്. പ്രിയരെ, ദൈവത്തെ ഒരു മുറിക്കകത്ത് ഒതുക്കാൻ നിങ്ങൾക്ക് പറ്റത്തില്ല. സ്വർഗാദി സ്വർഗത്തിന് പോലും ദൈവത്തെ ഒതുക്കാൻ പറ്റത്തില്ലെങ്കിൽ ഹല്ലേലൂയ ഒരു കാര്യം മനസ്സിലാക്ക്, ദൈവം
സർവ്വവ്യാപിയ, സർവശക്തന, സർവജ്ഞാനിയ. അവൻ്റെ മുമ്പാകെ മറഞ്ഞിരിക്കുന്നതൊന്നുമില്ല. അതുകൊണ്ട് എല്ലാ സ്ഥലത്തും ദൈവ സാന്നിധ്യം തിരിച്ചറിയണം. നീ പോകുന്ന വഴിയിൽ ദൈവ സാന്നിധ്യം തിരിച്ചറിയണം. കാരാഗ്രഹത്തിൽ കയ്യും കാലും ആമത്തിൽ അടച്ചിട്ടപ്പോഴും ഇതാ ഹല്ലേലൂയ അപ്പസ്തോലന്മാർ ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞു. കാരാഗ്രഹത്തിൽ തങ്ങളുടെ വേദനയുടെ നടുവിൽ, തങ്ങളുടെ പ്രതിസന്ധിയുടെ നടുവിൽ, ആ അന്ധകാരം നിറഞ്ഞ കൂരിരുളിൻ്റെ ആ മുറിക്കകത്തും ദൈവ സാന്നിധ്യം തിരിച്ചറിഞ്ഞപ്പോൾ അർദ്ധരാത്രിയിൽ അവർ പാടി ദൈവത്തെ ആരാധിച്ചു, അവർ പ്രാർത്ഥിച്ചു, ദൈവത്തിന് നന്ദി കരേറ്റി. അതുകൊണ്ട് അവരുടെ ചങ്ങലകൾ പൊട്ടി. അവരുടെ മാത്രമല്ല, ആ കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനങ്ങൾ പോലും കുലുങ്ങിയെന്ന് വേദപുസ്തകം പറയുന്നു. അവർക്ക് ആരാധന വെളിപ്പെടുവാൻ ഇന്ന സ്ഥലമെന്നോ ഇന്ന പാട്ട് വേണമെന്നോ ഒന്നുമല്ല, അവർ ദൈവത്തെ പാടി ആരാധിച്ചു. പ്രിയരെ, തിരിച്ചറിയാൻ പറ്റുമോ? സാക്ഷാൽ ഹല്ലേലൂയ ജീവനുള്ള ദൈവം കൂടെയുണ്ടെന്ന് തിരിച്ചറിയണം. 3, ദൈവസാന്നിധ്യം തിരിച്ചറിയുമ്പോൾ നിങ്ങളുടെ സന്തോഷത്തെ കെടുത്താൻ ആർക്കും പറ്റത്തില്ല. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് കാരാഗ്രഹത്തിലും പറയുന്നത്, സന്തോഷിപ്പീൻ, കർത്താവിൽ സന്തോഷിപ്പീൻ. സങ്കീർത്തനക്കാരൻ പറയുന്നു, അവൻ്റെ സന്നിധിയിൽ സന്തോഷത്തിൻ്റെ പരിപൂർണതയുണ്ട്. പലരും സന്തോഷത്തിന് വേണ്ടി പലതും ചെയ്യും, പല സ്ഥലത്ത് പോകും, പല ഹല്ലേലൂയ എൻ്റർടൈൻമെൻറ്റുകൾ നടത്തും, പല സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യും. എന്നാൽ ദൈവസാന്നിധ്യം തിരിച്ചറിയുന്ന ഒരു ദൈവ പൈതലിന് എപ്പോഴും സന്തോഷമാണ്. കാരണം അവൻ്റെ വലതുഭാഗത്ത് എന്നേക്കും പ്രമോദങ്ങളുണ്ട്. ഈ പകൽക്കാലം എത്ര പേര് വിളിച്ചു പറയും, എൻ്റെ വീട്ടിനകത്ത് ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷമുണ്ട്, എൻ്റെ ഓഫീസിൽ ഉല്ലാസ ഘോഷമുണ്ട്. അല്ലെങ്കിൽ ഇത് കരച്ചിലിൻ്റെയും പല്ലുകടിയുടെയും സ്ഥലമല്ല. ഞാനൊരു ദൈവ പൈതലായതുകൊണ്ട്, എൻ്റെ കൂടെ ദൈവ സാന്നിധ്യമുള്ളത് കൊണ്ട് ഞാൻ സന്തോഷത്തെ വഹിക്കുന്ന വ്യക്തിയാണ്. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ ഉണ്ടായതിലും അധിക സന്തോഷം എൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ എൻ്റെ കർത്താവ് തരും. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം തിരിച്ചറിയുക. ഇന്ന് പകൽക്കാലം ദൈവ സാന്നിധ്യം തിരിച്ചറിയുക. ഒന്ന് വിളിച്ചു പറഞ്ഞിട്ടെ, എൻ്റെ കൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. അവൻ വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ, നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമീൻ, ആമീൻ.